ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ എന്താണ് ആദ്യം അതിന്റെ സിലബസ് അറിയുക. കംപ്ലീറ്റ് ആയിട്ട് സെയിം അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൂടാതെ എക്സാമിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ വ്യത്യാസമാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. ഏത് രീതിയിൽ ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക അല്ലെ. അപ്പോൾ വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. ആക്ച്വലി നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ, നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം ലാസ്റ്റിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അല്ലേ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ലാസ്റ്റിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉണ്ടാകുന്ന ഡൗട്ടാണ് സിലബസ് എന്തായിരിക്കും അല്ലെ, ഏത് രീതിയിലാണ് പ്രിപ്പറേഷൻ നടത്തുക. ആക്ച്വലി എപ്പോഴും നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ എന്താണ് ആദ്യം അതിന്റെ സിലബസ് അറിയുക അല്ലെ. സിലബസ് സിലബസ് പഴുതടച്ച് പഠിക്കുക, അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പഠിക്കുക. കൂടാതെ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക, ഏത് രീതിയിൽ ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മളോട് പല സ്റ്റുഡൻസും ചോദിച്ചിരുന്നു. ആക്ച്വലി അതിനുള്ള ഒരു റിപ്ലൈ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് ഇത് നമ്മുടെ ഈ സിലബസ് കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2023 നടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് പോകാം അല്ലെ. സാധാരണ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും അല്ലെ, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്റ്റാഫ് നഴ്സിന്റെ സിലബസ് ആയിരിക്കും അല്ലെ. എന്നാൽ അങ്ങനെയല്ല, വ്യത്യാസമുണ്ട് കേട്ടോ, കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. അതായത് സിലബസ് ഏറെക്കുറെ ഒരുപോലെയാണ്, പക്ഷെ സെയിം അല്ല. അതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഏറെക്കുറെ സെയിം ആണ്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് സെയിം അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൂടാതെ എക്സാമിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ വ്യത്യാസമുണ്ട്. കുറച്ച് ഡെപ്തിലുള്ള അല്ലെങ്കിൽ കുറച്ച് ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ എക്സാംസിന് വരിക. അപ്പം ആ രീതിയിൽ നമ്മൾ ആ ഒരു കാൽക്കുലേഷനോട് കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പലരും പറയും സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം, ജസ്റ്റ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു 2-3 ദിവസം മുന്നേ ഒന്ന് വായിച്ചിട്ടൊക്കെ പോയാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനോട് കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എന്താണ്, സാധാരണ നമ്മുടെ സ്റ്റാഫ് നഴ്സിന്റെ ഒക്കെ പോലെയുള്ള വേക്കൻസീസോ അതുപോലെയുള്ള പോസ്റ്റിങ്ങും നടക്കത്തില്ല അല്ലേ. സോ അതുകൊണ്ടാണ് ഈ പോസ്റ്റ് കുറച്ചുകൂടെ ഹൈ ലെവൽ പോസ്റ്റ് ആകുന്നത്. അപ്പൊ നമുക്ക് നോക്കാവേ സിലബസ്. മൊഡ്യൂൾ 1 പറയുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ ആണ്. അത് ഏകദേശം 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. മെയിൻലി ഹെൽത്ത് ഇൽനെസ് ആൻഡ് കൺസെപ്റ്റ്, പിന്നെ ഹെൽത്ത് കെയർ ആൻഡ് നഴ്സിംഗ് കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കറണ്ട് ട്രെൻഡ്സ്, പിന്നെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്, നഴ്സിംഗ് തിയറീസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ MSc പഠിക്കുന്ന കാര്യമാണല്ലേ. പിന്നെ കൂടാതെ ക്വാളിറ്റി പേഷ്യന്റ് കെയർ, പിന്നെ അഡ്മിഷൻ ഡിസ്ചാർജ് ട്രാൻസ്ഫർ ഡാമ, കൂടാതെ ഈ റീഹാബിലിറ്റേറ്റീവ് നീഡ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഈ നഴ്സിംഗ് ഫൗണ്ടേഷൻ ആയിട്ടുള്ള തന്നെ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്ത് വരുന്ന ഒരു സിലബസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ, ഇഞ്ചക്ഷൻ, ഇൻഫ്യൂഷൻ, പിന്നെ കെയർ ഓഫ് ടെർമിനൽ ഇൽ പേഷ്യന്റ്, പാലിയേറ്റീവ് കെയർ, പിന്നെ കമ്മ്യൂണിക്കേഷൻ, നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ്, ഡോക്യുമെന്റേഷൻ, റിപ്പോർട്ടിങ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതൊക്കെ ആക്ച്വലി നമ്മൾ കേൾക്കുമ്പോൾ തോന്നുന്നു വളരെ സിമ്പിൾ ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം പാസ് ആവാനായിട്ട് കഴിയത്തുള്ളൂ. നെക്സ്റ്റ് ന്യൂട്രീഷൻ അല്ലെ. ന്യൂട്രീഷൻ ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ടല്ല വരിക, നഴ്സിംഗ് ഫൗണ്ടേഷന്റെ അണ്ടറിൽ തന്നെയാണ് വരിക. ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ്, കൂടാതെ സ്പെഷ്യൽ ഗ്രൂപ്പ്സിന്റെ ന്യൂട്രീഷണൽ നീഡ്സ്, പിന്നെ ബാലൻസ്ഡ് ഡയറ്റ്, ന്യൂട്രീഷണൽ പ്രോഗ്രാംസ്, റിക്വയർമെന്റ് ഓഫ് വൈറ്റമിൻ, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വാട്ടർ. സോ ഇതൊക്കെ ആക്ച്വലി എന്താണ് നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ അണ്ടറിലാണ് വരിക. കൂടാതെ ഹെൽത്ത് എഡ്യൂക്കേഷൻ മെയിൻലി കമ്മ്യൂണിക്കേഷൻ, കൗൺസിലിംഗ് ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ്, മീഡിയ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, AVAIDS, IEC, അഡ്വക്കേസി, പിന്നെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 1 നഴ്സിംഗ് ഫൗണ്ടേഷൻ അണ്ടറിൽ ഡിസ്കസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു 10 മാർക്കാണ് അല്ലേ. നെക്സ്റ്റ് നോക്കിയാൽ മൊഡ്യൂൾ 1A എന്ന് പറഞ്ഞിട്ട് ഒരു അനക്സർ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ബയോളജിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് 5 മാർക്ക്. അതിനകത്ത് അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി അല്ലേ. നമ്മൾ സാധാരണ മെഡ്സർജ് ഒക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ്, അത് മെഡ്സർജിന്റെ കൂടെയാണ് പോകുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അനാട്ടമി, ഫിസിയോളജി സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ്. കൂടാതെ മൈക്രോബയോളജിയും കൂടെ ചേർത്തിട്ട് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 2 മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ആണ്, 15 മാർക്ക് അല്ലേ. അപ്പം അതിൽ വേറെ പ്രത്യേകിച്ച് ചോദ്യമൊന്നുമില്ല, എല്ലാ സിസ്റ്റവും കവർ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക അല്ലേ. നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് വിത്ത് ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ആസിഡ് ബേസ് ഇംബാലൻസ്, പെയിൻ, അൺകോൺഷ്യസ്നെസ്, ടെർമിനൽ ഇൽനെസ്. ആക്ച്വലി ഇത് കേൾക്കുമ്പോൾ തോന്നും നഴ്സിംഗ് മാനേജ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. പോരാ, വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കോഴ്സ്, ഇറ്റിയോളജി, പെത്തോഫിസിയോളജി ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അരച്ച് കലക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം നല്ല മാർക്കോട് കൂടി അല്ലെങ്കിൽ നല്ല റാങ്കോട് കൂടി പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ന്യൂറോയിൽ നിന്നുള്ള CVA, പിന്നെ ഡയബറ്റിസ് മെലിറ്റസ്, എപ്പിലെപ്സി, ബ്രെയിൻ ട്യൂമേഴ്സ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് അല്ലെ. ന്യൂറോളജിക്കൽ ഇൻഫെക്ഷൻസ്, പിന്നെ റെസ്പിറേറ്ററി, കാർഡിയോവാസ്കുലർ, തൊറാസിക്, GIT, ന്യൂറോ സർജിക്കൽ, റീനൽ, മസ്കുലോ സ്കെലറ്റൽ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ. അതായത് മെഡിക്കൽ സർജിക്കൽ ആസ്പെക്ട്സ് ആണ് ഇതിനകത്ത് യൂഷ്വലി ചോദിക്കുക. പിന്നെ എമർജൻസീസ്, മെഡിക്കൽ സർജിക്കൽ എമർജൻസീസ്, സ്നേക്ക് ബൈറ്റ്, പോയിസണിങ്. കഴിഞ്ഞ എക്സാമിനൊക്കെ സ്നേക്ക് ബൈറ്റ് നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. പോയിസണിങ്, ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ്, പിന്നെ മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ് വിത്ത് ബ്രസ്റ്റ്, തൈറോയിഡ്, ബേൺസ്, പോളിട്രോമ,
അതുകൂടാതെ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ്. അതിന്റെ കൺസെപ്റ്റ്, പോളിസീസ്, പ്രോട്ടോകോൾസ്, പിന്നെ ABG അനാലിസിസ് പറയേണ്ടതോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ BLS, ACLS, പിന്നെ എമർജൻസി എക്യുപ്മെന്റ്സ്, യൂസേഴ്സ് മാനേജ്മെന്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് ആസ്പെക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ മൊഡ്യൂൾ 3 വരുന്നത് നഴ്സിംഗ് എഡ്യൂക്കേഷൻ അല്ലേ. നഴ്സിംഗ് എഡ്യൂക്കേഷൻ നമ്മൾ BSc പഠിക്കുന്നതാണ്. കൂടാതെ MSc കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കും. നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാമിന് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. പക്ഷേ അതുപോലെ പോരാ, ഒരുപാട് തിയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഡെപ്തിൽ തന്നെ നമ്മൾ പഠിക്കണം. നോക്കിക്കേ, പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ഫിലോസഫി, കറന്റ് ട്രെൻഡ്സ്, പിന്നെ ലോസ് ഓഫ് ലേണിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ്, കൂടാതെ കരിക്കുലം, ലെസൺ പ്ലാൻ, കോഴ്സ് പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ കവർ ചെയ്ത് പഠിക്കണം. പിന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, എഡ്യൂക്കേഷണൽ മീഡിയ, അസസ്മെന്റ്, ഇവാലുവേഷൻ അസസ്മെന്റ്, പിന്നെ നമ്മുടെ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ ലൈക്ക് ഷോർട്ട് ആൻസർ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ടെസ്റ്റ് കൺസ്ട്രക്ഷൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഓസ്കി, പ്രാക്ടിക്കൽ ആൻഡ് വൈവ OC, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുകൂടാതെ മാനേജ്മെന്റ് ഓഫ് നഴ്സിംഗ് സ്കൂള്, റിക്രൂട്ട്മെന്റ് ഓഫ് ടീച്ചിങ് സ്റ്റാഫ്, INC ഗൈഡ്ലൈൻസ് ഫോർ സ്കൂൾ ഓഫ് നഴ്സിംഗ്, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഇത് ആക്ച്വലി സ്കൂൾ ഓഫ് നഴ്സിംഗ് മാത്രമല്ല, കോളേജ് ഓഫ് നഴ്സിംഗ് നമ്മൾ പഠിച്ചിരിക്കണം. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാവും. നെക്സ്റ്റ് മൊഡ്യൂൾ 4 പറയുന്നത് OBG അല്ലെ. അവിടെ നിന്ന് അതായത് OBGയിൽ നിന്ന് 10 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രത്യേകിച്ച് പറയേണ്ടത്. OBG കംപ്ലീറ്റ് പഠിച്ചെങ്കിലേ കാര്യമുള്ളൂ. അതായത് ഒബ്സ്റ്റട്രിക്സ്, ഗൈനക്കോളജി കംപ്ലീറ്റ് പഠിക്കുക, അനാട്ടമി, ഫിസിയോളജി, പിന്നെ ഡെവലപ്മെന്റൽ ഡിഫക്ട്സ്, അസസ്മെന്റ് മാനേജ്മെന്റ് ഓഫ് പ്രഗ്നൻസി, ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഓഫ് പ്രഗ്നൻസി, പിന്നെ ഫീറ്റൽ അസസ്മെന്റ്, അതുകൂടാതെ ആന്റിജെറ്റൽ അസസ്മെന്റ്, പിന്നെ അബ്നോർമാലിറ്റീസ് ഡ്യൂറിങ് പോസ്റ്റ് നെറ്റൽ പീരീഡ്, ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് ഇൻ ഒബ്സ്റ്റട്രിക്സ്, അതായത് നമ്മുടെ മെഡിക്കേഷൻസ് അല്ലെ, ഫാർമക്കോളജി ഡ്യൂറിങ് ഒബ്സ്റ്റട്രിക്സ്, പിന്നെ ഫാമിലി വെൽഫെയർ പ്രോഗ്രാംസ്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ മാനേജ്മെന്റ് ഓഫ് ലോ ബർത്ത് വെയ്റ്റ് ബേബീസ്, റീസസിറ്റേഷൻ, മാനേജ്മെന്റ് ഓഫ് ഒബ്സ്റ്റട്രിക് എമർജൻസീസ്, ഇൻഫെർട്ടിലിറ്റി, മാനേജ്മെന്റ് ഓഫ് ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ OBG 2 പഠിക്കുക. നെക്സ്റ്റ് മൊഡ്യൂൾ 5 ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, നമ്മുടെ പീഡിയാട്രിക് നഴ്സിംഗ് അല്ലെ. 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കൺസെപ്റ്റ്സ് ഓഫ് ചൈൽഡ് കെയർ, നാഷണൽ പോളിസി, ലെജിസ്ലേഷൻസ് ഇൻ ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ, ചൈൽഡ് വെൽഫെയർ പ്രോഗ്രാം, പ്രിവെന്റീവ് പീഡിയാട്രിക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്. നമ്മുടെ ലാസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ന്യൂട്രീഷണൽ നീഡ്സ് ആൻഡ് കെയർ ഓഫ് ചിൽഡ്രൻ വിത്ത് ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ്, മാനേജ്മെന്റ് ഇൻ മെഡിക്കൽ ആൻഡ് സർജിക്കൽ കണ്ടീഷൻ, അതിൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്, GI, കാർഡിയോവാസ്കുലർ, ജെനിറ്റോ യൂറിനറി, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, അങ്ങനെ എല്ലാ സിസ്റ്റവും കവർ ചെയ്യുന്ന അണ്ടർ പീഡിയാട്രിക്സിൽ വരുന്നത് കേട്ടോ. പിന്നെ ന്യൂട്രീഷൻ ഒക്കെ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 6 ആണ്, നമ്മുടെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് അല്ലെങ്കിൽ സൈക്കാട്രി. അവിടെ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് കറന്റ് ട്രെൻഡ്സ് ഇൻ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, റോൾ ഓഫ് മെന്റൽ ഹെൽത്ത് നഴ്സസ്, പിന്നെ അസസ്മെന്റ് ഓഫ് മെന്റൽ ഹെൽത്ത്, തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ, നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ്, പിന്നെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ്, പിന്നെ നമ്മുടെ സ്കിസോഫ്രീനിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മൂഡ് ഡിസോർഡേഴ്സ്, ന്യൂറോട്ടിക്, സ്ട്രെസ് റിലേറ്റഡ്, സൊമാറ്റോഫോം ഡിസോർഡേഴ്സ്, സൈക്കാട്രിക് എമർജൻസീസ്, അഡൽട്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ലീഗൽ ഇഷ്യൂസ് ഇൻ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. കൂടാതെ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഉണ്ട്. പിന്നെ പല ഡിസോർഡേഴ്സ് ആയിട്ടുള്ള OCD, ഫോബിയ, PTSD, സ്ട്രെസ് അഡാപ്റ്റേഷൻ ആൻഡ് കോപ്പിംഗ്, നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം കേട്ടോ. ഇങ്ങനെയുള്ള പല ഡിസീസ് കണ്ടീഷൻസ് നമ്മൾ സൈക്യാട്രി അണ്ടറിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മൊഡ്യൂൾ 7 കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് അല്ലെ. ഏകദേശം 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നിന്നുണ്ടാവും. അതിൽ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ, എപ്പിഡമിയോളജി, പിന്നെ ഡിഫറെന്റ് ഡിസീസസ് അല്ലെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പിന്നെ പോപ്പുലേഷൻ കൺട്രോൾ, പോപ്പുലേഷൻ ഡൈനാമിക്സ്, അതുകൂടാതെ കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, പിന്നെ കമ്പോണൻസ് ഓഫ് ഹെൽത്ത് സർവീസസ്, ഡെലിവറി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ, അങ്ങനെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസസ്, പബ്ലിക് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ അണ്ടറിൽ പഠിക്കേണ്ടതായിട്ട് വരും. കൂടാതെ മൊഡ്യൂൾ 8 മാനേജ്മെന്റ് ഓഫ് നഴ്സിംഗ് സർവീസ് ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ. അതായത് നമ്മുടെ മാനേജ്മെന്റ് ആസ്പെക്ട് ആണ് ഇവിടെ കൂടുതലായിട്ട് വരിക. അതിൽ നഴ്സിംഗ് കോളേജിന്റെ പഠിക്കുന്നുണ്ട്, നഴ്സിംഗ് സ്കൂളിന്റെ പഠിക്കുന്നുണ്ട്, നഴ്സിംഗ് സർവീസ് യൂണിറ്റിന്റെ അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് സിസ്റ്റം പഠിക്കുന്നുണ്ട്, പിന്നെ ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, സൂപ്പർവിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ, PERT, ബെഞ്ച് മാർക്കിംഗ്, GANT ചാർട്ട്, പിന്നെ നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, നഴ്സിംഗ് ഓഡിറ്റ്. ആക്ച്വലി ഇതൊക്കെ നമ്മൾ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് പഠിച്ചാൽ പോരെ, കുറച്ച് ഡെപ്ത് ആയിട്ട് അതിന്റെ സ്റ്റേജസ്, അതിന്റെ അഡ്വാൻറ്റേജസ്, പിന്നെ അതിന്റെ ടൈപ്സ് ഒക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. മാനേജ്മെന്റ് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, INC നോംസ് എന്താണ്, മാനേജ്മെന്റ് ഓഫ് ഫാക്കൽറ്റി എങ്ങനെയാണ്, സെലക്ഷൻ, റിക്രൂട്ട്മെന്റ്, ഓറിയന്റേഷൻ പ്രോഗ്രാം, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ ഒക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് പെർഫോമൻസ് അപ്രൈസൽ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റുഡൻസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് കരിക്കുലം,
പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റിൽ നിന്നൊക്കെ ഒരു 5 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ റിസർച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിസർച്ച് പ്രോസസ്, പ്രോബ്ലം, അതായത് റിസർച്ചിന്റെ അണ്ടറിൽ വരുന്ന വാലിഡിറ്റി, റിലയബിലിറ്റി ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, അത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനൊക്കെ നമ്മൾ കുറച്ച് ഡെപ്തിൽ തന്നെ കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് ആണ്. അവിടെ നിന്ന് ആ രീതിയിൽ, അതായത് കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 10 വരുന്നത് സൈക്കോളജി ആൻഡ് സോഷ്യോളജി. അതിൽ ബോഡി മൈൻഡ് റിലേഷൻഷിപ്പ്, പിന്നെ മെന്റൽ ഹൈജീൻ, പിന്നെ സൈക്കോളജിക്കൽ അസസ്മെന്റ്, ടെസ്റ്റ് ഫോർ അസസ്മെന്റ്, മോട്ടിവേഷൻ, ആപ്റ്റിറ്റ്യൂഡ്, ഇന്റലിജൻസ്. പിന്നെ സോഷ്യോളജിയിലാണെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി, കൾച്ചർ, കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ, സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ ഓർഗനൈസേഷൻ, ഡിസോർഗനൈസേഷൻ, പിന്നെ സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെയാണ് സോഷ്യോളജിയിൽ നിന്ന് വരിക. അപ്പം ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞതുപോലെ, അതിൽ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ BSc MSc പഠിച്ച അതേ ടോപ്പിക്സ് തന്നെയാണ്. പക്ഷെ കുറച്ച് ഡെപ്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇപ്പോഴേ, അതായത് എത്രയും പെട്ടെന്ന്. ഏർലി സ്റ്റാർട്ട് ഈസ് ഹാഫ് ഡൺ എന്നാണ് അല്ലേ, അതായത് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പകുതി ചെയ്തു അല്ലെങ്കിൽ പകുതി വിജയിച്ചു എന്നുള്ളതാണ്. സോ ആ രീതിയിൽ തന്നെ നന്നായിട്ട് പഠിക്കുക. നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ആ രീതിയിൽ തന്നെ പഠിക്കുക. നമ്മൾ പഠിച്ചു, അത് അതിന്റെ ഒരു പേസ് ഒക്കെ കൂടി തന്നെ വരിക. അല്ലാതെ 2 ദിവസം പഠിച്ചിട്ട് പിന്നെ 3 ദിവസം പഠിക്കാതിരുന്നിട്ട് പിന്നെ പഠിക്കുന്ന രീതിയിലല്ല. വളരെ നന്നായിട്ട് പഠിക്കുക. നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാം പാസ്സാകാൻ കഴിയുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.